മശായിഖുമാരുടെയും ആലിമീങ്ങളുടെയും കാലിൽ മുത്തൽ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത കാഴ്ചയാണ്. ഒരു വ്യാജ ഷെയ്ഖിൻ്റെ കാല് നിലത്തിരുന്ന് കുനിഞ്ഞു മുത്തുന്ന വീഡിയോ കണ്ട് സോഷ്യൽ മീഡിയയിലെ പല സുന്നി അക്കൗണ്ടുകളിൽ നിന്ന് പോലും പ്രതിഷേധമുണ്ടായി. എന്താണ് ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി? പൊതുവിൽ ആളുകളുടെ തല, കൈ, കാല് എന്നിവകളൊക്കെ ധനികന്മാർ, പ്രധാനികൾ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് കറാഹത്താണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതാണ് ഇസ്ലാമിൻ്റെ നില. അതേസമയം സജ്ജനങ്ങളും സദ്വൃത്തരുമായിട്ടുള്ള വിലമാക്കന്മാർ അല്ലെങ്കിൽ ഷറഫുള്ള സയ്യിദുമാർ ഇത്തരം ആളുകളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ മുത്തുക, അത് തലയായാലും കൈയായാലും കാലായാലും ശരീരത്തിലൊന്ന് മുത്തുന്നത് അതിലൊന്നും ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ വർക്കത്തിട്ടാനാണ്. അങ്ങനെ മുത്തുന്നത് സുന്നത്താകുന്നു എന്നാണ് നമ്മുടെ നില. അത് കാല് മുത്തിയാലും അങ്ങനെ തന്നെ, കൈ മുത്തിയാലും അങ്ങനെ തന്നെ, അതുപോലെ തല മുത്തിയാലും അങ്ങനെ തന്നെ. അതൊക്കെ നമ്മൾ ആചരിച്ചു വരുന്നതാണ്. ചിലർ നമ്മൾ ചിലപ്പം തലയിൽ മുത്തും നല്ല ഇഷ്ടമൊക്കെ നോക്കിയിട്ട് വല്ല സയ്യിദുമാരോ വല്ല മക്കളൊക്കെ കണ്ട കാലുമുത്തൽ നമ്മുടെ ഇവിടെ ഒരു ആചാരമായിട്ട് സാധാരണ ഉണ്ടാവാറില്ല. ആ നിലക്ക് അത് തോന്നും ചിലപ്പോൾ കാലുമുത്തൽ അനിസ്ലാമികമാണ്. അല്ല, ഒരിക്കലും അനിസ്ലാമികമല്ല. മഹാനായ നബിയുടെ സദസ്സിൽ ഹിജറയുടെ 9-ാം വർഷക്കാലത്ത് ഒന്നായിട്ട് വഫുദുകൾ ഇങ്ങനെ വരിക. പല വിദേശ പ്രതിനിധികളും പല ഗോത്രപ്രമുഖന്മാരും വഫുദുകൾ വരിക. ആ കൂട്ടത്തിൽ അബ്ദുൽ ഖൈസ് എന്നറിയുന്നൊരു വലിയ ഗോത്രത്തിൻ്റെ പ്രതിനിധി സംഘം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നു. ആ ഹദറത്തിൽ വന്ന സംഘത്തിൽപ്പെട്ട സാരി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പറയുന്നുണ്ട്, ഞങ്ങൾ വന്നുകൊണ്ട് മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഒട്ടകങ്ങളും വാഹനങ്ങളൊക്കെ ഇട്ടെടുത്തിട്ട് അതൊന്ന് കെട്ടിടാനും നോക്കാനും കൂടി നിൽക്കാതെ ഞങ്ങൾ വ്യഗ്രതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും സന്തോഷിക്കാനും ബർക്കത്തെടുക്കാനുമുള്ള വ്യഗ്രതയിൽ ഞങ്ങൾ ചെന്ന് നബിയുടെ കയ്യും കാലും ഒക്കെ മുത്തിയെന്ന്. കയ്യും കാലും ഒക്കെ മുത്തി. അബൂദാവൂദിന് വേണ്ടി ചെയ്ത ഹദീസ് അത്. അപ്പോൾ കയ്യും കാലും മുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യും കാലും മുത്തിയിട്ടുണ്ട് വഫുദ് അബ്ദുൽ ഖൈസ്. ഇത് 9-ാം കൊല്ലത്തിലാണ്, ഹിജറ 9-ാം കൊല്ലത്തിലോ 8-ാം കൊല്ലത്തിലോ കടന്ന സംഭവമാണ്. ആ കാലത്തിൽ നടന്നത് ഒരുപാട് വഫുദ് അബ്ദുൽ ഖൈസിൻ്റെ കഥകൾ, ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് സംഗതികൾ. ഈ കൂട്ടത്തിൽ ഒരാൾ സാവകാശം വസ്ത്രമൊക്കെ പുതിയതാക്കി മാറ്റി ഒട്ടകത്തെ കെട്ടി റെഡിയാക്കി സംഗതിയാക്കി. ഓലെ നേതാവ്, ഈ നേതാവിനൊന്നും കാത്തുന്നില്ല. നബിനോട് കണ്ടപ്പോൾ ഒപ്പം വന്ന സംഘക്കാർ ഓടി ചെല്ലുക നബിൻ്റെ ഹദറത്തിലേക്ക്. അവിടെ നേതാവും വേണ്ട, ഒപ്പം ചെല്ലും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നമ്മളും ചെല്ലുമല്ലോ. കഅബത്ത് നോക്കുകയാണ് ചെന്നാൽ സംഘത്തിൻ്റെ അമീറും മറ്റൊന്നും നമുക്ക് നോട്ടമുണ്ടാവില്ല. കഅബം കെട്ടി എല്ലാറ്റും അതിനൊരു വ്യഗ്രത. ഈ വ്യഗ്രത ഇവർ പുലർത്തിയപ്പോൾ ഒരാൾ, അവരുടെ നേതാവ്, വളരെ സാവകാശം വസ്ത്രമൊക്കെ പുതിയതെടുത്ത് പഴയതൊക്കെ അഴിച്ചു വെച്ച് കൃത്യമാക്കി അദ്ദേഹം സാവകാശം നബിയെ സമീപിച്ചു. ആ സാവകാശം സമീപിച്ച നബി അഭിനന്ദിക്കുകയും സന്തോഷം രേഖപ്പെടുത്തുകയും നിങ്ങളിലുള്ള ഒരു നല്ല ഗുണമായിട്ട് ഞാൻ നിനക്ക് കാണുന്നു നബി പറയുകയും ചെയ്തു. ധൃതി കാട്ടാതെ, പെട്ടെന്ന് വൈകാരികമായി പ്രവർത്തിക്കാതെ, വിചാരപരമായി സാവകാശം കാര്യങ്ങൾ ചെയ്യുന്ന പ്രകൃതി നിങ്ങളിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സംഭവം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മുടെ ഇമാമുകൾ കയ്യോ കാലോ ഒക്കെ മുത്തുന്നത്. ബർക്കത്തെടുക്കാൻ ഉദ്ദേശിച്ച് സ്വാലിഹീങ്ങൾ, ഇൽമിൻ്റെ അഹിലുകാർ ഇവരാണെങ്കിൽ ഭൗതിക നേട്ടങ്ങളോ ഭൗതികമായിട്ടുള്ള സ്ഥാനമാനങ്ങളോ ധനികന്മാരെ പ്രസാദിപ്പിക്കാനോ ഒന്നും അല്ലെങ്കിൽ ഇത് സുന്നത്താകുന്നു എന്നാണ് നമ്മളെ ഫിഖ്ഹിൻ്റെ നിയമം. ഇതിന് വ്യാജ ശൈഖിനോ മറ്റോ പറഞ്ഞതിൻ്റെ പേരിൽ ഈ പറയുന്ന കാര്യത്തെ വിമർശിക്കേണ്ടതില്ല. കാലുമുത്തുക തന്നെ ഇതിൽ ആചാരപരം തന്നെയാണ്, ശറ അംഗീകരിക്കുന്ന ആചാരമാണ്, പ്രേരിപ്പിക്കാവുന്ന ഒരു സുന്നത്തുമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൽ ഷെയ്മ് തോന്നാത്ത നിലയിൽ നമ്മളൊക്കെ കയ്യുമുത്തൽ വരെ കയ്യുമുത്തല കാലുമുത്തലേക്ക് എത്തിയിട്ടില്ല. അതേ സമയത്ത് ഉത്തരേന്ത്യക്കൂടോ മറ്റൊക്കെ ചെന്നാലും അക്ബറുകളുടെ അടുത്ത് ചെന്നാലും അപ്പുറത്ത് ചെന്നാലും ഇപ്പുറത്ത് ചെന്നാലും ഒക്കെ അങ്ങനെ നെറ്റി വെച്ചുകൊണ്ട് തന്നെ ഓല് കാലിക്കൽ തന്നെ പോയി നിൽക്കും. മഹാന്മാരെ കണ്ട കാലിൽ മുത്തും. ഇതൊക്കെ ഇപ്പോഴും പതിവുണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ പതിവുണ്ട്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ സുജൂദ് ചെയ്യുന്നതല്ല നമ്മൾ ഈ പറയുന്നത്, സുജൂദ് ചെയ്യല്ല, ആദരിക്കുന്ന തരത്തിൽ കാൽക്കൽ നിൽക്കുക, കാൽക്കൽ കുത്തുക. ഇതൊരു വന്ദന രീതിയാണ്. ആ വന്ദന രീതി എന്ന നിലക്ക് അഭിവാദ്യ രീതിയായിട്ടോ ബർക്കത്തെടുക്കാനോ ചെയ്താൽ അത് സുന്നത്തിന് വിരുദ്ധമല്ല, അത് പ്രേരിപ്പിക്കാവുന്ന സുന്നത്താണ്, പുണ്യകർമ്മമാകുന്നു എന്നാണ് നമ്മുടെ മദ്ഹബിൻ്റെ വിധി.